സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോകുന്ന വിഷയം സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അറിയാലോ, സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനം, ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉള്ള പൗരത്വം എന്ന് പറയും അല്ലേ. ഓക്കെ, അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതിൽ കവർ ചെയ്ത് പോകാനുള്ളത് ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷണറി തിയറി, ഫോഴ്സ് തിയറി, ദെൻ മാർക്സിസ്റ്റ് വ്യൂ അല്ലേ. അതായത് കാൾ മാർക്സിന്റെ വ്യൂ ആണ് മാർക്സിസ്റ്റ് വ്യൂ. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ് നമ്മൾ എന്താ പറയുക, 10th +1 +2 ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് പഠിച്ചിട്ടുണ്ടാവും സ്റ്റേറ്റിന്റെ ഒറിജിൻ. ജസ്റ്റ് അതിന്റെ ബേസിക് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതിന് കുറച്ചൊന്ന് എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡിവൈൻ റൈറ്റ് തിയറി അറിയാലോ. ഡിവൈൻ റൈറ്റ് തിയറി, അധികാരം ദൈവദത്തമാണെന്ന് പറഞ്ഞ് പണ്ട് രാജാവ് അല്ലേ, ചില രാജകീയ വാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, എനിക്ക് ദൈവം തന്ന അധികാരമാണ്, അത് ഞാൻ എങ്ങനെയും വിനിയോഗിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഹിസ്റ്റോറിക് സ്റ്റോറി അല്ലെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് എവല്യൂഷണറി തിയറി ആൻഡ് ഫോഴ്സ് തിയറി, മാർക്സിസ്റ്റ് തിയറി. ഓരോ തിയറിക്കും അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം ഭരണക്രമം എങ്ങനെയാണ് സൊസൈറ്റിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. മാർക്സിസ്റ്റ് വ്യൂവിൽ അദ്ദേഹം എന്താണ് പറയുന്നത്, എവല്യൂഷണറി തിയറിയിൽ എന്താണ് നമുക്ക് പഠിക്കാം, ഡിവൈൻ റൈറ്റ് തിയറി ഒക്കെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, മിസ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. In this unit we will look at the concept of the state and citizenship. നമ്മൾ ഇതിൽ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ആണ്. എന്തിൻ്റെ കൺസെപ്റ്റ് ആണ്? സിറ്റിസൺഷിപ്പ്, പൗരത്വം. സിറ്റിസൺഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് എന്നാൽ എന്ത്, സിറ്റിസൺഷിപ്പ് എന്നാൽ എന്ത്. ഓക്കെ, സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻറ്റ് ഐഡിയോളജിക്കൽ ആൻഡ് cultural construct which is made need to seriously and although have been many critics of state and implication. നമുക്കറിയാം സ്റ്റേറ്റിനെ പറ്റി പല ചരിത്രകാരന്മാരും പല ഫിലോസഫേഴ്സും പല രീതിയിലും ക്രിട്ടിക്സ് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, അല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഫിനിഷനും ചെയ്തിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ, നമ്മൾ നേരത്തെ ഡിസ്മിസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അരിസ്റ്റോട്ടിൽ, അദ്ദേഹത്തിന്റെ കൃതിയാണ് പൊളിറ്റിക്സ്. അദ്ദേഹമാണ് പൊളിറ്റിക്സ്, പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് പൊളിറ്റിക്സ് എന്ന പദം. അത് അരിസ്റ്റോട്ടിൽ അത് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് പൊളിറ്റിക്സിനെ പറ്റി. ആ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ലെവലാണ് അല്ലേ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. നമ്മളെ ജനങ്ങളെ എങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങളെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അവരെ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ ഓർഗനൈസേഷനും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് അവരെ ലീഡ് ചെയ്യാനും പവർ എന്ന് പറയുന്ന ഒരു പദം, അധികാരം എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ബേസിക്കലി അറിവ് കിട്ടിയത് എവിടെ നിന്നാണ്? അരിസ്റ്റോട്ടിലിന്റെ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിസ് ഇപ്പം ഇവിടെ പറയാൻ കാരണം സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ്, അതിൽ നിന്നാണ് എന്തും വന്നത്. നമ്മുടെ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റും സിറ്റിസൺഷിപ്പ് എന്നുള്ള കൺസെപ്റ്റും വന്നതും ആ ഒരു പോളിസി അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ നിന്നാണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ കൺസിഡർ ദ സ്റ്റേറ്റ് ആസ് നോർമൽ കമ്മ്യൂണിറ്റി ഓഫ് ഹയർ ടൈപ്പ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പൊളിറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു ഘടകം എന്താണെന്ന് കമ്മ്യൂണിറ്റിയാണ്. നമുക്കറിയാം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ഇല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്സ് ഇല്ല. പൊളിറ്റിക്സ് ഒക്കെ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ത് വേണം, ജനങ്ങൾ വേണം. ജനങ്ങളുള്ള ഒരു ഒരു എന്ത് വേണം, കമ്മ്യൂണിറ്റി ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ, പൊളിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. അവിടെ തന്നെ എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, സ്റ്റേറ്റ് എന്താണ്, സിറ്റിസൺഷിപ്പ് എന്താണ്, കമ്മ്യൂണിറ്റിയിൽ ആര് വേണം, സിറ്റിസൺസ് വേണം, പൗരന്മാർ വേണം. എങ്കിലേ അതെന്തായി മാറും, സൊസൈറ്റി ആയി മാറും അല്ലെ. സൊസൈറ്റി കമ്മ്യൂണിറ്റിക്ക് ഒരേ അർത്ഥം തന്നെയാണ് എങ്കിലും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സൊസൈറ്റിയിൽ തന്നെയാണ് എന്തുള്ളത്, നമ്മുടെ സോഷ്യോളജി എന്നുള്ള ആ ഒരു വേർഡ് വരുന്നത്. ദ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്റ്റഡി തന്നെയാണ് സോഷ്യോളജി. ഇനി അത് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ അവിടെ എന്തും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു പൊളിറ്റിക്സ് എന്ന പദം. പൊളിറ്റിക്സ് എന്ന പദം വരുമ്പോഴാണ് എന്ത് വരുന്നത്, പവർ എന്ന വേർഡ് നമുക്ക് കിട്ടുന്നത്. പവർ അത് ആദ്യം കൊണ്ടുവന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം നിങ്ങൾ ഒരിക്കലും മറന്നു, വൺ വേർഡ് ഒക്കെ ക്വസ്റ്റ്യൻ വരും. പൊളിറ്റിക്സ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ, പവർ എന്ന സംഭവം അഡ്മിനിസ്ട്രേഷനും എന്നുള്ള രണ്ട് പദങ്ങൾ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്ന ഫസ്റ്റ് ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണെങ്കിൽ കൂടി വീണ്ടും ഇതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളെ അരിസ്റ്റോട്ടിലെ പറ്റി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥവും അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലും കമ്മ്യൂണിറ്റിയിൽ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നതും ജനങ്ങളെ ലീഡ് ചെയ്യാനും ഒരു കോർഡിനേറ്റ്
ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആര് വേണം? ഒരു അതോറിറ്റി വേണം. അല്ലാതെ കുറേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊരു കാര്യമില്ല. നമ്മളറിയാം അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതോറിറ്റി. അപ്പം അതൊക്കെ വരുന്ന എന്തിലാണ്? നമ്മുടെ സ്റ്റേറ്റ് എന്ന വേർഡും സിറ്റിസൺഷിപ്പ് എന്നുള്ള ആ ഒരു പാർട്ടിലാണ് എന്ത് വരുന്നത്? പവർ എന്നുള്ള ഒരു അധികാരം എന്നുള്ള വേർഡും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ കുറേ തിയറീസ് ഉണ്ട് നമുക്ക്. എവല്യൂഷണറി തിയറി, ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്, ദെൻ ഫോഴ്സ് തിയറി, മാർക്സിസ്റ്റ് വ്യൂ, ഇവരൊക്കെ എന്താണ് നമ്മളെ ഇതിനെപ്പറ്റി പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് അതർ അഡ്വക്കേറ്റ്, നമ്മൾ ഫസ്റ്റ് പറയുന്നത് എവല്യൂഷണറി തിയറി ആരാണ് കൊണ്ടുവന്നത് നോക്കാം. ദ patriarchal theory of state whose main concept the Sir Henry Maine explain the growth of the state. Henry Maine ആണ് എവല്യൂഷണറി തിയറി കൊണ്ടുവന്നത്. അദ്ദേഹം എന്താണ്? ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ദ ഫാമിലി കണക്റ്റഡ് ബൈ ദ കോമൺ സബ്ജക്ഷൻ ഓഫ് ദ ഹയസ്റ്റ് മെയിൽ ആക്സിഡന്റ്, ദ അഗ്രിഗേഷൻ ഓഫ് ഫാമിലീസ് ഫോം ഓഫ് ജെൻസ് ഓഫ് ദ ഹൗസസ്, ദ അഗ്രിഗേഷൻ ഓഫ് ദ മേക്സ് ഓഫ് ദ ട്രൈബ് ആൻഡ് other advocates of this view of the foundation of the state caused by the namely main kinship and permanent marriage and paternal authority. ഇതിൽ പറയുന്നത് മാരേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് വരുന്നത് എങ്ങനെയാണ്? ഇൻ മാരേജ് അല്ലെ, നമ്മൾ വിവാഹം കഴിക്കുന്നതിലൂടെയും മറ്റ് എന്താണ് പറയുക, ആൻഡ് പെർമനന്റ് മാരേജ് ആൻഡ് പെറ്റേണൽ അതോറിറ്റി. ദ ഫീച്ചേഴ്സ് ഓഫ് ദ patriarchal theory is the families grew through the descendants of the father, mother and male child carried to the population of those marriage who several women because the monogamy. And another important support of theory was Aristotle. അതായത് നമ്മൾ പറയുന്ന ഈ എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കമ്മ്യൂണിറ്റിയിലെ റിലേഷൻഷിപ്പ് മുഖാന്തരമാണ് എന്തുണ്ടാകുന്നത്? ഈ ഒരു ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതോറിറ്റി കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഈ റിലേഷൻഷിപ്പ് മുഖാന്തരമാണെന്നാണ് എവല്യൂഷണറി തിയറിയിൽ പറയുന്നത്. ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മാറ്റങ്ങളോട് കൂടി വരുന്നൊരു സംഭവം എവല്യൂഷൻ ചെയ്യുക. അതായത് മാരേജിലൂടെയും മറ്റു റിലേഷൻഷിപ്പുകളുടെയും കമ്മ്യൂണിറ്റിയിൽ എന്തുണ്ടാക്കുക? ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇവർ പറയുന്നത് എന്താണ്? അച്ഛൻ, അമ്മ, പിന്നെ ബ്രദർ ആൻഡ് സിസ്റ്റർ, ഇതൊക്കെ വരുന്ന പാരമ്പര്യ ഘടകങ്ങളായിട്ട് വരുന്നത് മാരേജ് എന്നൊരു കൺസെപ്റ്റിലൂടെയാണ്. മാരേജ് ഒരു എക്സാമ്പിളാണ്. മാരേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ ഒരു എക്സാമ്പിളിലൂടെയാണ് എവല്യൂഷണറി തിയറി വരുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടർ ഓഫ് ദ തിയറി ഓഫ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ആൻഡ് അക്കോർഡിംഗ് ടു മെൻ ആൻഡ് വുമൺ from family, so many families unit form of the village union, many village form of state. ശരിയാണ്. അതായത് ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫാദർ ആൻഡ് മദറും ചിൽഡ്രൻസ് ഉള്ളത് ഫാമിലി കുറേ കൂട്ടം കൂടുന്നതാണ് വില്ലേജ് കുറേ കൂട്ടം കൂടി കുറേ വില്ലേജുകൾ ചേർന്നതാണ് സ്റ്റേറ്റ്, കുറേ സ്റ്റേറ്റുകൾ ചേർന്നതാണ് കൺട്രി എന്നാണ് ആര് പറഞ്ഞത്? നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ വേറൊരു ഫിലോസഫറാണ് മാൽക്കമൻ ആൻഡ് മോർഗൻ, എഡ്വേർഡ് ജെങ്സ്. ഇവരൊക്കെ പറയുന്നത് എന്താണ്? ഫാമിലി ഓഫ് ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇവരെല്ലാം പറയുന്നത് എന്താണ്? ഫാമിലി തന്നെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഒറിജിൻ. ഓക്കെ, മിസ് ഇവിടെ ജസ്റ്റ് എഴുതാം. ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫാമിലി ആണ് ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് ഇത്രയും ഫിലോസഫേഴ്സ്. മിസ് നേരത്തെ മോർഗൻ ആയാലും കാൾ മാർക്സ് ആണെങ്കിലും എല്ലാം മിസ് ഇപ്പോൾ വായിച്ചിരുന്ന ഈ ഫിലോസഫേഴ്സ് എല്ലാം പറയുന്നത് ആരാണ്? ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ് ഫാമിലി ബേസിക് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, ഫോഴ്സ് തിയറി എന്താണ്? അക്കോർഡിംഗ് ടു theory was an aggregation of some powerful tribe were the principal factors in the creation of the state. ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത് എന്താണ്? ഫോഴ്സ് തിയറിയിൽ പറയുന്നത് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത് എന്തിൻ്റെ മുഖാന്തരമാണ്? തിയറി വാസ് ആൻ അഗ്രഷൻ ഓഫ് സം പവർഫുൾ ട്രൈബ്. ഓക്കെ, ട്രൈബ് പ്ലസ് ആൻഡ് പ്രിൻസിപ്പൽ ഫാക്ടർ ക്രിയേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് അഗ്രഷൻസ് അല്ലേ, അഗ്രഷൻസും ഓക്കെ ട്രൈബ്സും ഇവരുടെയൊക്കെ ശക്തി കേന്ദ്രമായിട്ടാണ് എന്ത് സ്റ്റേറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വരുന്നതെന്നാണ് ആര് പറഞ്ഞത്? ഫോഴ്സ് തിയറി പ്രകാരം പറഞ്ഞത്. ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് ദ സ്റ്റേറ്റ്, ഈ എസ്റ്റാബ്ലിഷ് നമുക്കറിയാം ഈ ഒരു സ്റ്റേറ്റ് സ്ഥാപിതമായതിലൂടെ നമ്മൾ ആരൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ട്രൈബ്സിനെ. അതിനോടനുബന്ധിച്ച് വന്ന എല്ലാതരം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് ഈ ഫോഴ്സ് തിയറിയിലൂടെ പറയുന്നത്. Okay, and it is suggesting other people in that place chief used of the authority in the maintaining law and order, defending the state from the aggression from the
outside. And the history supporters force theory of origin of the state supported by the German philosophers like Friedrich Hegel, Immanuel Kant and John Bernhardi, and the maintain that war force of the deciding factors of the creation of the state. ഓക്കെ, വാർ ആൻഡ് ഫോഴ്സ് ആണ് ഇങ്ങനെ ഒരു ഫോഴ്സ് തിയറിയിൽ വരുന്നത് അല്ലേ. ഇത് പറഞ്ഞ ആൾക്കാരുടെ മീൻസ് ഇമ്മാനുവൽ കാണ്ട്, ഫ്രെഡറിക് ഹെഗൽ, മറന്നുപോയത് ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് വരുന്നത്. ദ തിയറി വാസ് ക്രിട്ടിസൈസ് ഫോർ ഫോക്കസിങ് ഓൺലി ദ ഫോഴ്സ്. ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോഴ്സിനെയാണ്. സോഷ്യൽ കോൺട്രാക്ട് തിയറി. എന്താണ് സോഷ്യൽ കോൺട്രാക്ട്? അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ് കെയിം ടു എക്സിസ്റ്റൻസ് ബിക്കോസ് മെൻ ആൻഡ് ടുഗദർ ആൻഡ് അഗ്രീഡ് അപ്പോൺ എ കോൺട്രാക്ട് എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് ഫോം ഓഫ് ദ സോഷ്യൽ കോൺട്രാക്ട്. According to this theory, there were two divisions: human history, one period, and prior of the establishment of the state called state nature. അതായത് ഹ്യൂമൻ ഡിസിഷൻ എന്നാണ് നമ്മളെ ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഹ്യൂമൻ ഡിസിഷൻ ആൻഡ് ഇറ്റ് ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ് കോൾഡ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്നും എന്തറിയപ്പെടുന്നു? നമ്മുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്താണ്? സിവിൽ സൊസൈറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. അക്കോർഡിംഗ് ടു ഹോബ്സ്, HOBBS ആണ് ഹോബ്സ്. അപ്പം നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കാട്ട് എഴുതുമ്പോൾ ഓരോ ഫിലോസഫേഴ്സിൻ്റെയും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെയും ഓരോ തിയറീസ്, ഫോഴ്സ് തിയറി കൊണ്ടുവന്നതാണെങ്കിലും എവല്യൂഷണറി തിയറി, ഇവർക്കൊക്കെ ഓരോ നെയിംസ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു ഹോബ്സ്, HOBBS ഹോബ്സ് ആണ്. ഹോബ്സ് കൊണ്ടുവന്ന തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. മാർക്സിസ്റ്റ് വ്യൂ എന്താണ്? അക്കോർഡിംഗ് ടു ദ വ്യൂ സ്റ്റേറ്റ് കെയിം ഇൻ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോഴ്സ് ബിക്കം ക്ലാസ് സ്ട്രഗിൾ. ദ സ്റ്റേറ്റ്, ദ ഏഞ്ചൽസ് റോഡ് ഹാസ് നോട്ട് എക്സിസ്റ്റ് ഫ്രം ദ എറ്റേണിറ്റി. അതായത് ക്ലാസ് സ്ട്രഗിൾ, വർഗ സംഘട്ടനം. നിങ്ങൾക്കറിയാം ക്ലാസ് സ്ട്രഗിൾ. മാർക്സിസ്റ്റ് വ്യൂ ക്ലാസ് സ്ട്രഗിൾ. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? വർഗ സംഘട്ടനം. ഈ ഒരു വർഗ സംഘട്ടനം എന്നുള്ളതിൽ നിന്നാണ് എന്ത് വന്നത്? നമ്മുടെ വർഗ സംഘടനത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു സങ്കല്പം, കൺസെപ്റ്റ് വന്നത് എന്നാണ് നമ്മുടെ മാർക്സിയൻ തിയറി. പക്ഷേ എപ്പോഴും ഏത് എക്സാമിനും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മാർക്സിൻ്റെ തിയറി, മാർക്സിസ്റ്റ് വ്യൂ ഓഫ് സ്റ്റേറ്റ്. ദ സ്റ്റേറ്റ് ഏഞ്ചൽ, മാർക്സ് ആൻഡ് ഏഞ്ചൽ അറിയാലോ. മാർക്സിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഫിലോസഫറാണ് ഏഞ്ചൽ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇവർ രണ്ടാളെ ഒരുമിച്ചാണ് ഒരുവിധം എക്സാമിനൊക്കെ നമ്മൾ പറയാം. ഓക്കെ, എക്സാം ക്ലാസ് ഓറിയൻറ്റഡ് ക്ലാസ്സിലൊക്കെ ഇവരെ പറയാം ഒരുമിച്ചായിരിക്കും. ഇവരുടെ നോട്ടും ഇവരുടെ റെഫറൻസൊക്കെ വെരി ഇമ്പോർട്ടൻസ് ആണ്. മാർക്സ് ആൻഡ് ഏഞ്ചൽസ്. Marx and Engels' road has not existed from the whole eternity. There was a society has without it, that is no conception of the state and state power. ഇവർ നോ കൺസെഷൻ ഓഫ് ദ സ്റ്റേറ്റ്. എന്താണ് ഇവർ പരിഗണന കൊടുക്കുന്നത്? എന്തിനാണ്? ക്ലാസ്സിനാണ്. അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ അധ്വാനത്തിനാണ് ആര് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? മാർക്സും ഏംഗൽസും അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ദ പാസിംഗ് ഓഫ് ദ ടൈം സൊസൈറ്റി വാസ് ഗെറ്റിംഗ് സ്പ്ലിറ്റ് ഓവർ ഹോസ്റ്റൈൽ ക്ലാസ്സസ് വിത്ത് conflicting interests. This class and antagonism was root cause of the state. When agriculture was learned as art of culture, there was ample food which resulted in the private property. അതായത് അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിൽ അതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി വെക്കാതെ സാധാരണക്കാർക്കും കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വെച്ച് എല്ലാവരും വർഗ സംഘടനം, അതായത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലാതാവണം. എങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? സാധാരണക്കാർക്ക് നല്ല രീതിയിലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അതെങ്ങോട്ട് നയിക്കുന്നു? സ്റ്റേറ്റ് എന്നുള്ള പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഫോർമേഷനിലേക്ക് പോവുള്ളൂ എന്നാണ് ആര് പറയുന്നത്? മാർക്സ് ആൻഡ് ഏംഗൽസ്. There are two philosophers very important in our history and political science and also state and citizenship. Okay, what is state? പിന്നെ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്, അത് എന്തായാലും എക്സാം 2 മാർക്കിനൊരു ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ട് ഈസ് സ്റ്റേറ്റ്? ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സ്റ്റേറ്റ് ഡിസ്ക്രൈബ്സ് ദ അബവ് സെക്ഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ വാസ് ദ മാക്കിയവെല്ലി, ഹു വാസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഒറിജിൻ ഓഫ് ദ നെയിം. ദ വേർഡ് സ്റ്റേറ്റ് വാസ് ഡിറൈവ്ഡ് ഫ്രം ആൻ ഇറ്റാലിയൻ ടേം ലാ സ്റ്റാറ്റോ, LASTATO, ലാ സ്റ്റാറ്റോ. ഒറിജിൻ ഫ്രം ഇറ്റാലിയൻ വേർഡ്. നമ്മൾ അധികവും പഠിച്ചത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പല പേരുകളും ഡിറൈവ് ചെയ്തത്. പക്ഷേ അധികം ഗ്രീക്ക് വേർഡാണല്ലോ അധികം നമ്മൾ ഇതുവരെ പഠിച്ച ഒരുവിധം ബുക്സ് ഒക്കെ വരുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ സ്റ്റേറ്റ്, വാട്ട് ഈസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്ന വേർഡ് വന്നത് എവിടെ നിന്നാണ്? ഇറ്റാലിയൻ വേർഡാണത്. അത് ലാ സ്റ്റാറ്റോ എന്ന പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം രൂപം കൊണ്ടത്. സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ തെറ്റിപ്പോയി ഇൻവേർട്ടർ കോമൊക്കെ ഇട്ട് അണ്ടർലൈൻ ചെയ്ത് എഴുതണം ഇങ്ങനെ ഡിറൈവ് ചെയ്ത വേർഡൊക്കെ. ഓക്കെ, LASTATO, ലാ സ്റ്റാറ്റോ. മിസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതുക,
STATO ലാസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഇൻവെർട്ടർ കോമട്ട് ഇങ്ങനെ ഡിറൈവ് ബാക്കിൽ എഴുതാൻ അറിയല്ലോ അല്ലേ, ഡിറൈവ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ്. ഓക്കെ.